ഹോർമുസിലെ ഉപരോധത്തിന് കനത്ത തിരിച്ചു നൽകുമെന്ന് ഇറാൻ. പേർഷ്യൻ ഗൾഫിനും ഒമാൻ കടലിലും ഭീഷണി. ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാൻ. സുരക്ഷ എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കും വേണ്ടെന്ന് പ്രഖ്യാപനം. ഇറാനിയൻ അധികൃതർ നിർദ്ദേശിച്ച പാത വഴി 3 എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടന്നു. ഹോർമുസിൽ കപ്പലുകൾക്ക് അമേരിക്ക നോട്ടീസ് നൽകി തുടങ്ങി. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കാനും ലക്ഷ്യം. 15-ലധികം യുദ്ധക്കപ്പലുകൾ US വിന്യസിച്ചു. 158 ഇറാനിയൻ കപ്പലുകൾ കടലിന്റെ അടിത്തട്ടിലാണെന്നും ട്രംപിന്റെ അവകാശവാദം. ഹോർമുസിൽ ഇന്ത്യക്ക് ടോൾ ഇല്ലെന്ന് ഇറാൻ. ടോൾ നിരക്കുകൾ ഇന്ത്യയെ ബാധിച്ചിട്ടില്ലെന്ന് ഇറാൻ. ഇന്ത്യൻ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിത പാത ഉറപ്പു നൽകി. കടുപ്പിച്ചു ഗൾഫ് രാജ്യങ്ങൾ. കടലിടുക്ക് ഇറാന്റെ സ്വത്തല്ലെന്ന് UAE പ്രസിഡന്റ് ബഹ്റൈൻ രാജാവിനെ കണ്ടു. മധ്യസ്ഥ ചർച്ചകളിൽ വിട്ടുവീഴ്ചാ മനോഭാവം വേണമെന്ന് ഖത്തർ ഇറാനോട്. സമുദ്രപാതകളെ വിലപേശൽ ഉപകരണമാക്കരുതെന്നും ഖത്തർ. മധ്യസ്ഥത വഹിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ഇറാന്റെ യുറേനിയം തങ്ങൾ സൂക്ഷിക്കാമെന്ന് ഉൾപ്പെടെ ഫോർമുലകൾ. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പുടിൻ സംസാരിച്ചു. ട്രംപിന്റെ തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച ഇന്ത്യ. ഇറാൻ സൈന്യത്തിന് രഹസ്യാന്വേഷണ വിവരങ്ങൾ റഷ്യ കൈമാറുന്നു എന്ന ആരോപണവുമായി അമേരിക്ക. ട്രംപ് മാർപ്പാപ്പ തർക്കം രൂക്ഷം. മാപ്പ് പറയില്ലെന്ന് US പ്രസിഡന്റ്. മാർപ്പാപ്പയുടെ നിലപാടുകൾ തെറ്റാണെന്നും ട്രംപ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ലിയോ 14 ട്രൂത്ത് സോഷ്യലിൽ സ്വയം യേശുവായി ചിത്രീകരിച്ച് ട്രംപ്. അമേരിക്കൻ ഭീഷണി ഇന്ത്യക്കുണ്ടാക്കുന്നത് വലിയ പ്രതിസന്ധികൾ. 80% ഇറക്കുമതിയും ഹോർമുസ് വഴി. പെട്രോൾ ഡീസൽ വില കൂടിയേക്കാം. UAE-യുമായി ചർച്ച നടത്തി ഇന്ത്യ. മറ്റു രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങാനും നീക്കം. ആഗോള എണ്ണവില ബാരലിന് $100 മുകളിൽ. വിജയ് ഒരു ചിത്രത്തിൽ കൂടി അഭിനയിക്കുമെന്ന് സൂചന. നീക്കം ജനനായകന്റെ ദൃശ്യങ്ങൾ ചോർന്നതോടെ. നിർമ്മാതാക്കൾക്കുണ്ടായ നഷ്ടം നികത്താൻ നീക്കം. ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ 6 പേർ അറസ്റ്റിൽ. നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകർ ഇപ്പോഴും ഒളിവിൽ. കൂടുതൽ സഹപാഠികളുടെ മൊഴിയെടുക്കും. മരണകാരണം സാമ്പത്തിക പ്രശ്നമെന്ന് വരുത്തീർക്കാൻ ശ്രമമെന്ന് പരാതി. MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് ലീഗിന് മന്ത്രിമാരുണ്ടാകുമെന്ന് PMA സലാം. അത് MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് UDF കൂടി ചേർന്ന് തീരുമാനിക്കും. 5, 6, 7, 8 ഒക്കെ ആവാം. പക്ഷേ MLA-മാരുടെ എണ്ണത്തിനനുസരിച്ച് എല്ലാ ഘടകകക്ഷികളും തമ്മിൽ ഇരുന്ന് വീതിച്ചെടുക്കും. മുസ്ലിം ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാൻ ആലോചിച്ചിട്ടില്ലെന്നും സലാം. മുസ്ലിം ലീഗിന് ഏറ്റവും അധികം MLA-മാർ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് ഇതാകുമെന്നും ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി. കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ താപനില മുന്നറിയിപ്പ്. പാലക്കാട്ട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയർന്നേക്കാം. അധികാരമാറ്റത്തിനൊരുങ്ങി ബീഹാർ. നിതീഷ് കുമാർ ഇന്ന് രാജിവെക്കും. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ BJP. സമ്രാട് ചൗധരി അടക്കം പരിഗണനയിൽ. ഹൈദരാബാദിന്റെ ബൌളിംഗ് കരുത്തിൽ അടിപതറി രാജസ്ഥാൻ. അവിസ്മരണീയ പ്രകടനം പുറത്തെടുത്ത് ഹൈദരാബാദ് നിര. പ്രഫുൽ ഹിൻഗെയ്ക്കും സാക്കിബ് ഹുസൈനും 4 വിക്കറ്റ് വീതം. ഇന്ന് ചെന്നൈ കൊൽക്കത്ത പോരാട്ടം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.